ഹലോ ഡിയേഴ്സ്, ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ്. അപ്പോൾ ഇത് പഴുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് പഴുത്ത ശേഷം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി വരട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഇവിടെ ചുളയൊക്കെ പറിച്ച് അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ തന്നിട്ടുണ്ട്. വരട്ടൽ എൻ്റെ പണിയാണ്. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശർക്കര ഒരിക്കൽ ചേർത്ത് മിക്സാക്കി വെച്ചിരിക്കുകയാണ്. ഓട്ടിൻ്റെ ഉരുളിയിലാണ് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ അതേ ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചക്ക ഇതുപോലെ ഇട്ട ശേഷം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആദ്യം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കയ്യിലൊക്കെ പൊട്ടിത്തെറിക്കും. 2 വലിയ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം നെയ്യ് ചേർത്ത് വരട്ടിയാലേ അധികം നാൾ കേട് കൂടാതിരിക്കുകയുള്ളൂ. വീണ്ടും നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും. ഇപ്പോൾ കളർ കുറച്ചുകൂടി മാറി ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അടിയിൽ നിന്ന് മറിച്ച് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വരട്ടാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു അലുവയുടെ പരുവമാകുന്നത് വരെ ഞാൻ വരട്ടിയെടുക്കാറുണ്ട്. എന്നാലും അധികം നാൾ കേടുകൂടാതിരിക്കുകയുള്ളൂ. ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും. ഇനി ഇതിലോട്ട് ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. 1 വർഷത്തോളം ഇത് കേടുകൂടാതിരിക്കും. അപ്പോൾ ഇതൊരു അലുവയുടെ പരുവത്തിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ 5 മണിക്ക് വരട്ടാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം 6:30 ആയി. 1.5 മണിക്കൂർ എടുത്തു. അപ്പോൾ ഇതുപോലെ വരട്ടിയെടുത്താൽ 1 വർഷം വരെ കേടുകൂടാതിരിക്കും. ഇനി ചൂടായി കഴിഞ്ഞിട്ട് ഇത് ചില്ലിൻ്റെ കുപ്പിയിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ ഒക്കെ ആക്കി വെക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.